നമ്മൾ ഈ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുന്നത് നമ്പർ ഓഫ് പേപ്പേഴ്സിനെ ഒരു റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് 4000 വാച്ച് അവർ കൂടാനായിട്ട് ഞാൻ ആദ്യം ചെയ്ത ഒരു സീക്രട്ട് സെക്ഷനാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ ഗ്രൂപ്പിലെ കുറച്ച് പേർക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതല്ലാതെ ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുള്ള മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇതിൽ നിന്നും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നതായിരിക്കും. അത് നമ്മൾ സ്റ്റാർട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇതുപോലെ 1000 സബ്സ്ക്രൈബർ ആകണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും നമുക്ക് വാച്ച് അവറിനെ പറ്റി ഒരു ധാരണയില്ല. ഷോർട്സ് ആയാലും വീഡിയോയുടെ സെക്ഷൻ ആയാലും ലൈവ് സ്ട്രീമിന്റെ സെക്ഷൻ ആയാലും മൂന്ന് കാറ്റഗറി ആണെന്ന് അറിയാത്ത ആൾക്കാർ വരെയുണ്ട് നമ്മുടെ ഇടയിൽ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂൾ എന്ന് പറയുന്നത് ഷോർട്സിനായാലും വീഡിയോസിനായാലും ഹാഫ് മോണി ആകാനായിട്ട് 500 സബ്സ്ക്രൈബേഴ്സ് എന്തായാലും മസ്റ്റാണ്. പിന്നെ ഷോർട്സിന്റെ സെക്ഷനിൽ നമ്മുടെ വ്യൂസ് എന്ന് പറയുന്നത് 30 ലക്ഷം വ്യൂസ് നമുക്ക് കിട്ടിയിരിക്കണം. ഇനി ലോങ് വീഡിയോയുടെ സെക്ഷനിലാണെങ്കിൽ നമുക്ക് 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി നമ്മൾ ഫുൾ മോണി ആകാനായിട്ട് നമുക്ക് വീഡിയോയുടെ സെക്ഷനിൽ 4000 വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഷോർട്സിന്റെ സെക്ഷനിൽ 90 ദിവസത്തിൽ 1 കോടി വ്യൂസും ആയിരിക്കണം. പിന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ ഫുൾ മോണിക്ക് 1K സബ്സ്ക്രൈബർ എന്തായാലും കൂടിയേ തരുള്ളൂ. ചിലരുടെയൊക്കെ ഒരു ധാരണയാണ്, അതായത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് വീഡിയോയിൽ നിന്ന് മാത്രമേ ഇൻകം, അതായത് റവന്യൂ കിട്ടത്തുള്ളൂ എന്നുള്ളത്. അല്ല, നമുക്ക് ഷോർട്സിന്റെ സെക്ഷനിലും നമുക്ക് ആക്റ്റീവ് ആക്കി കൊടുക്കാവുന്നതാണ്. ഷോർട്സിൽ നിന്നും ലോങ് വീഡിയോയിൽ നിന്നും എനിക്ക് എന്തായാലും റവന്യൂ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഡോളറൊക്കെ ആയാലും കുറച്ച് ഏതൊക്കെ വീഡിയോയിലാണ് ഏതൊക്കെ ഷോർട്സിലാണ് നമുക്ക് സെപ്പറേറ്റ് കാണാൻ സാധിക്കും. പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ ചെയ്യുന്നൊരു പ്രവണത എന്ന് പറയുന്നത് നമുക്ക് ലോങ് വീഡിയോസ് എടുക്കാൻ അറിയില്ല, എഡിറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ നമ്മൾ നേരെ തിരിയുന്നത് ഷോർട്സിലേക്കായിരിക്കും അല്ലേ? പക്ഷെ ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കാരണം നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആകാനായിട്ട് ഷോർട്സിൽ 30 ലക്ഷം വ്യൂസും അതുപോലെ തന്നെ ഫുൾ മോണി ആകാനായിട്ട് 1 കോടി വ്യൂസും വേണമെന്ന്. ഫോണും അതനുസരിച്ച് സെറ്റിംഗ്സും ഒക്കെ ഉണ്ട്. ഷോർട്സ് ചെയ്യാൻ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഡെയിലി ഒരു ഷോർട്സിന് ഒരു 10K 15K വ്യൂസ് ഒക്കെ കിട്ടുമെങ്കിൽ നിങ്ങൾ സക്സസ് ആകും. അതല്ല എങ്കിൽ നിങ്ങൾ കുറച്ചാൾ കഴിയുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത് ലോങ് വീഡിയോ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്, ഷോർട്സിനാണെങ്കിൽ 90 ദിവസം വേണം. പക്ഷേ ലോങ് വീഡിയോ ചെയ്താൽ നമുക്ക് 365 ദിവസമാണ് 4000 വാച്ച് അവറിന് വേണ്ടി യൂട്യൂബ് തരുന്നതെന്ന്. ഗൈസ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഷോർട്സിൽ നിന്നും നിങ്ങൾക്ക് വാച്ച് അവർ കൂടത്തില്ല. ഷോർട്സിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് അത് വേറൊരു കാറ്റഗറിയാണ്, ലോങ് വീഡിയോയുടെ സെക്ഷൻ എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയാണ്. ഷോർട്സിന്റെ സെക്ഷനിൽ നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ സാധിക്കും, അതുപോലെ നിങ്ങൾക്ക് വ്യൂസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലോങ് വീഡിയോ ആരൊക്കെ കാണുന്നു അതിന്റെ ബേസിലാണ് നമുക്ക് ലോങ് വീഡിയോയിൽ നിന്ന് മാത്രമാണ് നമുക്ക് വാച്ച് അവർ കൂട്ടാൻ സാധിക്കുന്നത്. വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് ടിപ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ വിചാരിച്ചാൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ നമ്മുടെ യൂട്യൂബോ വിചാരിക്കണമെന്നില്ല, ഇത് നിങ്ങൾക്ക് തന്നെ വിചാരിച്ചാൽ നിങ്ങൾക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. മാത്രമല്ല, ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ചാനലിൽ മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 4000 വാച്ച് അവർ അല്ലെങ്കിൽ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ 3000 വാച്ച് അവർ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ അപ്ലൈ ചെയ്തോളുക. നിങ്ങൾക്ക് 4000 വാച്ച് അവർ ആയിക്കഴിഞ്ഞ് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരില്ല. കാരണം ഏതെങ്കിലും ഒരു തവണ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതിയാവും. 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യുമ്പോഴായാലും നമുക്ക് കൂടിപ്പോയാൽ നമ്മുടെ വ്യൂസിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ വാച്ച് അവറിനനുസരിച്ച് ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസത്തിൽ കൂടുതൽ എടുക്കില്ല നമുക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അത് എളുപ്പം തന്നെ ആകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മെമ്പർഷിപ്പും അതുപോലെ സൂപ്പർ സ്റ്റിക്കേഴ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തോ. മാക്സിമം അത് തന്നെയാണ് നല്ലത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പ്ലേലിസ്റ്റ് മെത്തേഡാണ്. ആരും ട്രൈ ചെയ്തിട്ടില്ല, ഒരു ടെക്കുകാരും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നമുക്കതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാം. ഗൈസ്, അതിനായിട്ട് നമ്മുടെ മെയിൻ യൂട്യൂബ് ചാനൽ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുവാണ്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ബാനറും നമ്മുടെ പ്രൊഫൈലും
നമ്മുടെ ഡിസ്ക്രിപ്ഷനും നമ്മുടെ ഓൾ സെറ്റിങ്സ് എല്ലാം ഞാൻ വെള്ളമായിട്ട് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാനേജ് വീഡിയോസിന്റെ താഴെയായിട്ട് ഹോം ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ഷോർട്സ് ഉണ്ട്, ലൈവ് വന്നവർക്കാണെങ്കിൽ ലൈവിന്റെ ഓപ്ഷൻ കാണും, പിന്നെ പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഇത്ര ആയിരിക്കും സാധാരണ എല്ലാവരുടെയും യൂട്യൂബ് ചാനലിന്റെ ഡിസ്പ്ലേയിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹോം എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മുടെ സിമിലർ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോസ് വരുന്നുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഷോർട്സ് വരുന്നുണ്ട്, പിന്നെ ലൈവ് സ്ട്രീം, പിന്നെ പ്ലേലിസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റും വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ മേ ബി നിങ്ങൾ പ്ലേലിസ്റ്റ് അറിയാത്തവരായിരിക്കാം, പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാത്തവരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിന്റെ ഓപ്ഷൻ കാണത്തില്ല. അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്ലേലിസ്റ്റിന്റെ ഓപ്ഷൻ. അപ്പൊ നമുക്ക് അതിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ വീഡിയോസ് ഓപ്പൺ ചെയ്യുക. വീഡിയോസിൽ ഇതിപ്പോ കണ്ടോ, എനിക്ക് ഇതിൽ നിന്നൊക്കെ റവന്യൂ കിട്ടുന്നത് കൊണ്ടാണ് എനിക്കിപ്പോ ഇവിടെ $ന്റെ സിമ്പല് ഗ്രീൻ കളറിൽ കാണിക്കുന്നത്. അത് ചാനൽ മോണിറ്റൈസേഷൻ ആയവർക്ക് മാത്രമേ അത് കാണിക്കത്തുള്ളൂ. ഇതിൽ നിന്നൊക്കെ എനിക്ക് റവന്യൂ കിട്ടുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു പ്ലേലിസ്റ്റ് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഇതുവരെ എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റ് ആദ്യം ഇപ്പൊ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ നമ്മുടെ എല്ലാ വീഡിയോസിന്റെയും സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് 3 ഡോട്ട്സ് കാണുന്നുണ്ട്. ഈ സൈഡിലായിട്ട് കണ്ടില്ലേ, അതില് നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ, ഇപ്പൊ ഞാൻ ഇത് എടുക്കുവാണ്, അത് സെലക്ട് ചെയ്തിട്ട് അവിടെ പ്ലേ നെക്സ്റ്റ് ഇൻ ക്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, പിന്നെ സേവ് ടു വാച്ച് ലേറ്റർ ഉണ്ട്, സേവ് ടു പ്ലേലിസ്റ്റ് ഉണ്ട്, ഡൗൺലോഡ് വീഡിയോ ഉണ്ട്, ഷെയർ ഉണ്ട്, എഡിറ്റ് ഉണ്ട്, എഡിറ്റ് അഡ്വാൻസ്ഡ് സെറ്റിംഗ് ഇൻ സ്റ്റുഡിയോ ഉണ്ട്, സേവ് ടു ഡിവൈസ് ഉണ്ട്, പിന്നെ ഡിലീറ്റ് ഉണ്ട്. നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് സേവ് ടു പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. നിങ്ങളിത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ കുറച്ച് പ്ലേലിസ്റ്റ് നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പുതിയതായിട്ട് പ്ലേലിസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് കാണണമെന്നില്ല. നിങ്ങൾക്ക് ആദ്യം കാണുന്നതെന്ന് വെച്ചാൽ ന്യൂ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. നേരെ പിന്നെ വാച്ച് ലേറ്ററും കാണുമായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ന്യൂ പ്ലേലിസ്റ്റ് പ്ലസിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഓരോ വീഡിയോസിനും ഓരോ കാറ്റഗറീസ് കാണുമല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്ന വീഡിയോസ് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് എനിക്ക് സാൻമേരി 11 വരെ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോ അടുത്തത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സാൻമേരി 12 എന്ന് പറയുന്നതാണ്. വിസിബിലിറ്റി നമ്മൾ മസ്റ്റ് ആയിട്ടും പബ്ലിക് ആക്കി കൊടുക്കണം. നമ്മൾ പ്രൈവറ്റ് ആക്കി കൊടുത്താൽ നമ്മുടെ പ്ലേലിസ്റ്റ് ആർക്കും കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പ്ലേലിസ്റ്റ് പബ്ലിക് ആക്കി കൊടുക്കുക. കൊളാബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷെ ഞാൻ മാക്സിമം ഞാൻ തന്നെ സെൽഫായിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പബ്ലിക് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ടു പ്ലേലിസ്റ്റ് കൊടുക്കുക. അപ്പൊ ഓൾറെഡി സാൻമേരി 12 നമ്മുടെ വീഡിയോ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ എടുക്കുക, സേവ് ടു പ്ലേലിസ്റ്റ് കൊടുക്കുക. ഇതുപോലെ സാൻമേരി 12 സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് വീഡിയോ എടുക്കുന്നു, സേവ് ടു പ്ലേലിസ്റ്റ് കൊടുക്കുന്നു, സാൻമേരി 12 എടുക്കുന്നു, ഡൺ കൊടുക്കുന്നു. ഇങ്ങനെ നമുക്ക് ഒരു മണിക്കൂർ നമ്മുടെ വീഡിയോ, ഇതിപ്പോ എനിക്ക് 6.33 മിനിറ്റ്, 7.14 മിനിറ്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു 1 hour ആക്കുന്ന രീതിയിൽ പ്ലേലിസ്റ്റ് ആഡ് ആക്കി കൊടുക്കാം. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ 2-3 വീഡിയോ കൂടി പ്ലേലിസ്റ്റിൽ ആക്കി കൊടുക്കുന്നു. ഓക്കെ, ഇതിപ്പോ നിങ്ങളെ സംബന്ധിച്ച് ഒരു 1 hour ദൈർഘ്യമുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഒരു പ്ലേലിസ്റ്റിൽ ആക്കി എന്ന് വിചാരിച്ചോ. നമ്മുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സാൻമേരി 12 എന്നും പറഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോസ് 5 വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു മണിക്കൂർ എങ്ങനെയാ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ആക്കി ഇടുക. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലും ഇതുപോലെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഗൈസ്, ഇപ്പൊ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് 1 ഡേ എന്തോരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ധാരണയിലെത്തുക. നിങ്ങൾക്ക് ഇപ്പോൾ 1 മണിക്കൂർ നേരത്തെ പ്ലേലിസ്റ്റ് ഉണ്ട്,
നിങ്ങളുടെ വാട്സപ്പിൽ ഒരു 300, 400, 500 കോണ്ടാക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 1000 ഫോളോവേഴ്സ് ഉണ്ട്, ഫേസ്ബുക്കിലും ഒരു 1000 ഫ്രണ്ട്സ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്താ സാധാരണ ചെയ്യുന്നത്? നമ്മൾ വീഡിയോസ് നമ്മൾ ഓരോരുത്തർക്കും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് അത് നമ്മൾ YT സ്റ്റുഡിയോയിൽ പോയിട്ട് എലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ആക്കി ഇടും. അപ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ആയാലും വ്യൂസ് നമുക്ക് കയറുന്നത്. ഇനി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഓഫ് ആക്കി ഇടുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്, നമുക്ക് എങ്ങനെയൊക്കെയാണ് വ്യൂസ് കയറുന്നതെന്ന്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1 മണിക്കൂർ നേരത്തെ പ്ലേലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ റാൻഡം ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി ഒരു 100 മണിക്കൂറാണ് വേണ്ടത്, അല്ലെങ്കിൽ പോട്ടെ ഒരു 50 മണിക്കൂറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഈ 1 മണിക്കൂർ നേരത്തെ പ്ലേലിസ്റ്റ് അടങ്ങിയ നമ്മുടെ ഈ വീഡിയോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു 50 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മൾ ഒന്നെങ്കിൽ വാട്സപ്പിൽ ഒരു 10-15 പേർക്ക് ഷെയർ ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഷെയർ ചെയ്യുന്നു, ഫേസ്ബുക്കിലും അതുപോലെ ഷെയർ ചെയ്യുന്നു. അപ്പം നമ്മളിതിങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് എന്താ പറയുന്നത്? ഇത് നമ്മളുടെ പ്ലേലിസ്റ്റ് ആണ്, നിങ്ങളിതൊന്ന് മസ്റ്റായിട്ട് കാണണം, ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. 1 മണിക്കൂർ നേരത്തെ ദൈർഘ്യമുണ്ട്. എങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് പ്ലേ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അവർക്കിടയ്ക്ക് സ്കിപ്പ് ആക്കേണ്ടി വരില്ല. അങ്ങനെ സ്കിപ്പ് ആക്കാതിരുന്നാലും നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് വരുന്ന അഡ്വർടൈസ്മെന്റും അതങ്ങനെ പ്ലേ ആയി പൊക്കോളും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് നിങ്ങളുടെ പ്ലേലിസ്റ്റ് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. 1 മണിക്കൂർ ദൈർഘ്യമുള്ള പ്ലേലിസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ പറയുക ഇതൊന്ന് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പ്ലേ ആക്കി വെക്കുക. നിങ്ങൾ എന്തെങ്കിലും ബിസി ആയിരിക്കുന്ന സിറ്റുവേഷൻ, നിങ്ങൾ ഉറങ്ങുന്ന സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയമായിരിക്കും. ഈ ടൈമിൽ നിങ്ങളുടെ ഫോണിൽ ഇതൊന്ന് പ്ലേ ആക്കി വെച്ചിരിക്കുക. 1 മണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ, ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ആക്കി വെച്ചേക്കുക എന്ന് പറയാം. അപ്പോൾ നിങ്ങളിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഇപ്പോൾ 50 പേർക്കാണ് നിങ്ങൾ അയച്ചു കൊടുത്തേക്ക് നിങ്ങൾക്ക് 50 മണിക്കൂർ അവിടെ കിട്ടും. കാരണം യൂട്യൂബ് നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല, യൂട്യൂബ് നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വാട്സപ്പിൽ പരാതിയായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാണ്ട് എങ്ങനെയാണ് യൂട്യൂബ് നമ്മുടെ ചാനൽ റെക്കമെൻഡേഷനിലേക്ക് വിടുന്നത്? അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. തംബ്നെയിൽ ഉൾപ്പെടെ, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ. ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറയുന്നതാണ് 3 കാര്യങ്ങൾ: ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, തംബ്നെയിൽ. ഇത് നിങ്ങൾ 3ഉം കറക്റ്റായിട്ട് നിങ്ങളുടെ ലോങ് വീഡിയോയിൽ കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ കുറഞ്ഞത് ഒരു 50% നിങ്ങൾ നിങ്ങളുടെ വീഡിയോ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ നമ്മുടെ വീഡിയോ പ്ലേലിസ്റ്റ് ആക്കി ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ആ ടൈമിൽ നമ്മൾ പ്ലേലിസ്റ്റ് ആണ് ആഡാക്കി കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എത്രത്തോളം മണിക്കൂറായിരിക്കും കയറുന്നത്? നിങ്ങൾ ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം. ഞാൻ എൻ്റെ വീഡിയോസ്, ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ ഒരു മെത്തേഡാട്ടോ ഇത്. നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കുക, നമ്മളുടെ ഈ ഡെഡായി കിടക്കുന്ന വീഡിയോസ് കൂടി നമ്മളിങ്ങനെ പ്ലേലിസ്റ്റിൽ ആഡാക്കി ഓരോരുത്തർക്കും ഷെയർ ചെയ്ത് നമ്മുടെ വീഡിയോസ് അവർ കാണുമ്പോൾ നമ്മുടെ ചാനലിൽ റെക്കമെൻഡേഷനിലേക്ക് പോവുക ചെയ്യുന്നത്. കാരണം ഈ ഫ്രീസ് ആയിട്ട് കിടക്കുന്ന വീഡിയോസ് ആണ് എഡിറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ റെക്കമെൻഡേഷനിലേക്ക് പോവുകയും മേ ബി ഈ ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും വൈറലാകുന്നത്. കാരണം എൻ്റെ ഒരുപാട് വീഡിയോസിൽ എനിക്ക് അനുഭവങ്ങൾ ഉള്ളതാണ്. നമ്മൾ ഒരു 1000 വാച്ച് ഓർ അല്ലെങ്കിൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 1000 വ്യൂസ് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ആത്മവിശ്വാസം വന്നു തുടങ്ങി. നമുക്ക് നേടാൻ സാധിക്കും, നമ്മൾ എന്തൊക്കെയോ ആയി എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് വന്നു തുടങ്ങും. അപ്പോഴേ നമ്മൾ അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്ററായി, നമ്മളൊരു യൂട്യൂബറായി. ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഡിമോട്ടിവേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കും, പക്ഷെ വീഡിയോ ചെയ്യില്ല. അവർക്കൂടി വേണ്ടിയാണ് നിങ്ങൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പ്ലേലിസ്റ്റ് മെത്തേഡ് എല്ലാ ദിവസവും അപ്ലൈ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ 5 ദിവസം കഴിഞ്ഞായിരിക്കും നമ്മുടെ YT സ്റ്റുഡിയോയിൽ അപ്ഡേറ്റ് ആകുന്നത്. കാരണം നമ്മുടെ YT സ്റ്റുഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഡേറ്റ് കുറച്ച് ഡിലേ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം ഇന്ന് ഇപ്പം 30-ാം തീയതിയാണ്, മാർച്ച് 30 പക്ഷെ നമ്മുടെ യൂട്യൂബിൽ അപ്ഡേറ്റ് ആകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 5 ദിവസം ഡിലേ ആണ്. 26-ാം തീയതി അല്ലെങ്കിൽ 25-ാം തീയതി ആയിരിക്കും ഇന്ന് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്തുക. നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. അതുപോലെ തന്നെ നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. പ്ലേലിസ്റ്റ് മെത്തേഡ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് 100% എൻ്റെ ചാനലിന് ഞാൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം പെയ്ഡ് ആയിട്ട് വാച്ച് അവർ കൂട്ടാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കുന്ന ഓരോരുത്തരും പലരും ഇങ്ങനെ പോയി ചാടാറുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, നമുക്ക് അവിടെ വ്യൂസ് കയറത്തില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ വാച്ച് അവർ കുറച്ച് പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർ
ഒരാഴ്ച ടൈം പറയുമായിരിക്കും. അങ്ങനെ അവരുടെ സൈറ്റിൽ നിന്നായിരിക്കും വാച്ച് അവർ നിങ്ങൾക്ക് 1-2 ഐഡിയിൽ നിന്നും അവർ കംപ്ലീറ്റ് ആക്കി തരുന്നത്. പക്ഷേ പിന്നീട് നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയാലും നമുക്ക് വ്യൂസ് കയറത്തില്ല. അത് വേറൊരു സെക്ഷൻ. പക്ഷെ നമ്മൾ ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അറിയാത്തവർക്ക് പോലും നമ്മുടെ വീഡിയോസ് റെക്കമെൻഡേഷൻ ആയിട്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടിയെന്ന് കൂടി കമന്റ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.